നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ, അവരെ സൗന്ദര്യം ഉള്ളവരായിട്ട്, സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിപ്പിക്കണം. അവരൊന്ന് ഒരുങ്ങുമ്പോഴും നമ്മൾ അവർ കുറ്റം പറയല്ലേ. അവരൊരുങ്ങട്ടെ, അവരൊരുങ്ങുന്നത് നിങ്ങൾക്കെന്ത് കുഴപ്പം, അവരൊരുങ്ങണം. ഇനി നോക്കിയാട്ടെ, നിങ്ങൾക്ക് എസ്തറിനെ അറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെ വരും, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ദേവദാസൻ ഈ ഭാഗം തന്നെ പറയാനിടയായി തോന്നുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി വേണം. ദൈവമക്കൾ ഒന്നുമില്ലാത്തവരെ പോലെ എല്ലാം ശൂന്യമാണെന്ന് പറഞ്ഞ് ആ രീതിയിലല്ല നമ്മൾ നടക്കേണ്ടത്. നമ്മൾ സ്വർഗീയ രാജാവിൻ്റെ പുത്രന്മാരാണ്, യേശു ക്രിസ്തുവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. നമ്മുടെ ഡ്രസ്സിനകത്ത് പോലും ആ ഒരു പെർഫെക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും ശ്രമിക്കണം, നിങ്ങളുടെ തലമുറയോട് ഇത് പറഞ്ഞു കൊടുക്കണം. അവരൊരുങ്ങുമ്പോൾ അവരെ കുറ്റം പറയല്ലേ, അവരൊരുങ്ങട്ടെ, പെൺകുഞ്ഞുങ്ങൾ ഒരുങ്ങണം. ഇനി ഞാനൊരു ഉദാഹരണം പറയാം, അത് പറയാൻ വേണ്ടി വന്നപ്പോൾ ഈ ഭാഗം വന്നത്. എസ്തർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എസ്തർ, മോർദെഖായി. എസ്തറിൻ്റെ പുസ്തകമുണ്ട് ബൈബിളിൽ, അതിനകത്ത് മോർദെഖായും എസ്തറുമുണ്ട്, അഹോശ്വേരോഷ് രാജാവുണ്ട്. ഈ അഹോശ്വേരോഷ് രാജാവ് ഒരു പ്രാവശ്യം ഒരു വിരുന്ന് കഴിച്ച സമയത്ത്, ഈ വിരുന്ന് കഴിച്ചപ്പോൾ അവിടുത്തെ ഒരു രാജ്ഞിയുണ്ട്, ഇങ്ങനെ രാജ്ഞിയുടെ പേര് ഞാൻ മറന്നുപോയി, അതായത് അഹോശ്വേരോഷ് രാജാവിൻ്റെ രാജ്ഞി, പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി. വസ്തി രാജ്ഞിയോ അങ്ങനെ എന്തോ പേരാ പറയാൻ തോന്നുന്നു. അപ്പം രാജാവ് ഈ വിരുന്ന് കഴിക്കുന്ന സമയത്ത് വസ്തി രാജ്ഞിയെ ഈ വിരുന്നിൻ്റെ ഇടയ്ക്കിലേക്ക് രാജാവ് വിളിക്കുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി വന്നില്ല. പുള്ളിക്കാരത്തി വരാതിരുന്നപ്പോൾ ഇത് അഹോശ്വേരോഷ് രാജാവിന് ഭയങ്കര ക്ഷീണമായിപ്പോയി. കാരണം അദ്ദേഹം ഭരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന കഥയല്ല പറയുന്നത്, ബാലരമയിലെ കഥ പറയുന്നത് പോലും ഞാൻ പറഞ്ഞു വിടുവല്ല. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ഇന്ത്യൻ മഹാരാജ്യം തൊട്ട് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ അഹോശ്വേരോഷ് രാജാവ് എന്ന് പറയുന്നത്. എസ്തറിൻ്റെ പുസ്തകമൊക്കെ ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആദ്യത്തെ പദം, നമ്മുടെ രാജ്യത്തിൻ്റെ പദം ഉപയോഗിച്ചിരിക്കുന്ന ഏക പുസ്തകം എന്ന് പറയുന്നത് എസ്തറാണ്. ആ എസ്തറിൻ്റെ പുസ്തകത്തിനകത്ത് അഹോശ്വേരോഷ് രാജാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഭരിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാരാജ്യം മുതൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഫുള്ള് അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ വസ്തി രാജ്ഞിയെ വിളിച്ചു. വിരുന്നിൻ്റെ സമയത്ത് ഗസ്റ്റിൻ്റെ ഇടയിലേക്ക് വിളിച്ചു. പല രാജാക്കന്മാരും വന്നിരിപ്പുണ്ട്. വസ്തി രാജ്ഞി വന്നില്ല. ഇത് അഹോശ്വേരോഷ് രാജാവിന് ക്ഷീണമായപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹത്തിൻ്റെ കൗൺസിൽ കൂടിയിട്ട് അവരെല്ലാം പറഞ്ഞു, ഇത് നാളെ വീട്ടിലെല്ലാം ആവർത്തിക്കാൻ സാധ്യത, അതുകൊണ്ട് അഹോശ്വേരോഷ് രാജാവ് വസ്തി രാജ്ഞിക്ക് പകരം മറ്റൊരു സ്ത്രീയെ ഭാര്യയായി രാജ്ഞിയായിട്ട് സ്വീകരിക്കണം. അപ്പം ഇതെല്ലാം അവിടെ നടക്കുന്ന ഒരു ഒക്കേഷൻ. എൻ്റെ വിഷയം അതല്ല, ഞാൻ ഒരു ഭാഗം പറയാൻ വേണ്ടിയാണ് വരുന്നത്. ഇനിയും ആ സംഭവം അങ്ങനെ നടക്കുമ്പോൾ മോർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് രാജകൊട്ടാരത്തിലുണ്ട്. മോർദെഖായിയുടെ വളർത്തുപുത്രിയാണ് എസ്തർ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോണോ, മോർദെഖായി എങ്ങനെ എസ്തറിനെ വളർത്തിയെന്നറിയാമോ? വസ്തിക്ക് പകരം എസ്തർ. മോർദെഖായി എങ്ങനെയാ എസ്തറിനെ വളർത്തിയെന്നറിയാമോ? രാജാവ് ഒന്ന് നോക്കിയാൽ, രാജാവിൻ്റെ കണ്ണു പതിയത്തക്ക രീതിയിൽ എസ്തറിനെ മോർദെഖായി വളർത്തി. രാജാവ് നോക്കിയാൽ രാജാവിൻ്റെ കണ്ണു പതിയണം, ആ രീതിയിൽ എസ്തറിനെ മോർദെഖായി വളർത്തി. അന്നേരമാണ് ഫേവർ അവിടെ വെളിപ്പെട്ടത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ, പെൺകുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും നിങ്ങൾ അവരെ ഒത്തിരി ശകാരിക്കാൻ, അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോലെ. ഇങ്ങനെ ശകാരിച്ചും ഡിസ്റ്റർബ് ചെയ്തും കുറ്റം പറഞ്ഞ് പെന്തിക്കോസ് സമൂഹത്തിൽ നിന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ, എല്ലാവരുമല്ല എന്നാലും ഒത്തിരി കുഞ്ഞുങ്ങൾ അവരൊരു പോക്ക് പോയതാ. പലരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. വീട്ടിൽ ചുമ്മാ ഇരുന്ന് കുറ്റം പറഞ്ഞ് ഒന്ന് ഒരുങ്ങിയാൽ, നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ, ഒന്ന് മുടി ചെയ്യുക, മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താൽ പിരികമൊന്നും ഇതാരാ പറഞ്ഞ് പിരികൊന്നും പഠിക്കാൻ പറ്റത്തില്ലെന്ന്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ചുപ്പ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ശരീരം ഒന്നും നോക്കുന്നില്ല. നമ്മൾ കുറ്റം പറയില്ല, ഞാൻ അങ്ങനെ ആരും പറയാറില്ല, എന്നാലും ഞാൻ പൊതുവിൽ പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൗന്ദര്യമുള്ളവരായിട്ട് തന്നെ വളരണം. ഫേവർ എവിടെ നിന്നാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒന്നോടെ പറയാം, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചില ഞാൻ ദൈവദാസന്മാരായിട്ട് ഒത്തിരി സഹകരിക്കുന്നുണ്ട്, കാരണം ഞാനും ദൈവദാസനാണ്. അപ്പോൾ ഈ ദൈവദാസന്മാരായിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞ് ഇതിലായിട്ടും സംസാരിച്ചിട്ടില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങ് വന്നതാണ്. പിരികാൻ പഠിക്കുന്നത് അതൊന്നും നിങ്ങൾ ഒരുങ്ങി തന്നെ നടക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾ ഒരുങ്ങിയില്ല പിന്നെ ആരും സ്വർഗത്തിൽ പോയി ഒരുങ്ങാൻ വേണ്ടിയിരിക്കുകയാണോ? അവിടെ ഭാര്യയില്ല, ഭർത്താവുമില്ല, ബന്ധവുമില്ല. അവിടെ ഒരുങ്ങിയിട്ട് എന്തെടുക്കാൻ? അവിടെ ഒന്നുമില്ല. ജഡ ഇവിടെ അല്ലേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ നിങ്ങളുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, ഫേവറുകൾ വെളിപ്പെടും. ഇനിയും എസ്തർ മാത്രമല്ല, എസ്തറിൽ നിന്ന് ഞാൻ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേലും കൂടെ പറയാം. ഈ രാജാവിൻ്റെ കണ്ണു പതിയാൻ തക്കവണ്ണം അവളെ മൊർദെഖായി വളർത്തി. അപ്പം ആ ഫേവർ അവളിലേക്ക് വെളിപ്പെട്ടു. അതൊന്ന് വേണം. 2, ഈ ബാബിലോൺ ക്യാപ്റ്റിവിറ്റിക്ക് ശേഷമാണ് അഹോഷേരോഷ് രാജാവ് വരുന്നത്. അഹോഷേരോഷ് രാജാവൊക്കെ അതിനുശേഷമാണ് വരുന്നത്. അപ്പം അവിടെ ബാബിലോൺ ക്യാപ്റ്റിവിറ്റിയുടെ സമയത്ത് നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് പലരെയും പിടിച്ചുകൊണ്ട് വന്നു, ഡീപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ നെബൂഖദ്നേസറിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി നെബൂഖദ്നേസർ തെരഞ്ഞെടുത്തത് രാജകുമാരന്മാർക്ക് തുല്യരായിട്ടുള്ള ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ. ഇവർ വാസ്തവത്തിൽ ആരാ? ഇപ്പോൾ അടിമകളാണ്. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോൺ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ രാജാവ്. ആ ബാബിലോൺ സാമ്രാജ്യത്തിൽ രാജകുമാരന്മാരില്ലാഞ്ഞിട്ടാണോ? പക്ഷേ അവരെ വളർത്തിയ മെത്തേഡുണ്ടല്ലോ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ വളർന്നു വന്ന സിസ്റ്റം, അവരുടെ നോളജ്, അവരുടെ സൗന്ദര്യം, അവരുടെ ശരീരഭാഷ, ഇതെല്ലാം കണ്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവ് തന്നെ പറഞ്ഞു, ഇവരെ എവിടെ കൊണ്ടുവരണോ? നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരണോ? കൊട്ടാരത്തിൽ ശുശ്രൂഷയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ വേണം. അറിവും ജ്ഞാനവും എല്ലാം നമുക്കുണ്ട്, സൗന്ദര്യം എല്ലാം വേണം, പേഴ്സണാലിറ്റി വേണം, ശരീരത്തെ സൂക്ഷിക്കണം. നിങ്ങൾ തിന്ന് വയറും വീർപ്പിച്ച് കൊളസ്ട്രോളും പിടിച്ച് ഷുഗർ അടിച്ചിട്ട് ദൈവം സൗഖ്യമാക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നടക്കുകയും എടുക്കുകയും ചെയ്യണം, ഇച്ചിരി വേർക്കണം, അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യുക, നിങ്ങളുടെ ശരീരം മനങ്ങണം. ഇതിനെതിരെ പറയുന്നവരെല്ലാം നോക്കിയാൽ മതി, അവരുടെ ശരീരം ഒരു പരിധി കൂടെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ശരീരം പോയിട്ട് ഈ ചെയ്യുന്ന എല്ലാം തെറ്റാണ്, എൻ്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങാൻ പാടില്ല, നിങ്ങൾ ടീഷർട്ട് ഇടാൻ പാടില്ല, നിങ്ങൾ മീശ വെക്കാൻ പാടില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർമാരൊക്കെ മീശ വെക്കും. ഞാൻ മീശ വെക്കും, താടി വെക്കും. അതിനൊന്നും ഞാൻ ക്രിസ്തുവിനല്ല പ്രസംഗിക്കുന്നത്, ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയുന്നത്. ഇനി ചില ദേവദാസന്മാർ കണ്ടിട്ടുണ്ടോ, ചിലർ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചിലർ അവരൊക്കെ നടന്നു വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ രോഗിയായിട്ടൊക്കെ ഇറങ്ങി വരത്തില്ലേ, ഒരു ഹോസ്പിറ്റലിൽ 2-3 മാസം കിടന്നിട്ട് ഇറങ്ങി വരുമ്പോൾ അവരെ കാണുമ്പോൾ ഷേപ്പില്ലേ എന്ന് വെച്ചാൽ അവരുടെ ഷർട്ടിനകത്ത് ഒരു 2-3 പേർ കൂടെ കയറി നിൽക്കാം. ആ ഷർട്ടിന് അത്രയും വലിപ്പം കാണും. ആ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇവർ ക്ഷീണിച്ചതുകൊണ്ടാണ്. ഇതേ സിസ്റ്റമാണ് ഇന്നും പലരും യൂസ് ചെയ്യുന്നത്. വെളുത്ത ഷർട്ട് ഇട്ട്, ഞാൻ എപ്പോഴും വെള്ളം ഇടുന്നൊരു മനുഷ്യനാണ്, പക്ഷേ വെളുത്ത ഷർട്ട് ഇട്ട് ശരീരത്തെക്കാട്ടിൽ 2-3 സൈസ് വലുപ്പമുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഇവരെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഒരു 10 പേര് ശ്രദ്ധിക്കണ്ടായേ. ആ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നോളജോ വ്യക്തിത്വം എന്തെങ്കിലും ഒരു ഘടകം വേണ്ടായേ. ഞാൻ ഇവിടെ കിടന്ന് കർത്താവുണ്ടെന്ന് പറയുക, എനിക്ക് യാതൊരു നന്മയുമില്ല, ഞാൻ പറഞ്ഞ ആര് വിശ്വസിക്കുന്നു പറ. ഞാൻ എൻ്റെ കൂടെ കർത്താവുണ്ടെന്ന് ബോധ്യപ്പെടണമെങ്കിൽ എന്നിലേക്ക് നന്മ വരണം. ഈ യോസഫിനെ എന്തുകൊണ്ടാണ് എല്ലാത്തിനും കാര്യവിചാരനാക്കിയത്? യോസഫ് ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നെന്ന് കണ്ടപ്പോൾ. നമ്മളിവിടെ കിടന്ന് സുവിശേഷം പറയുക, കർത്താവ് ഇപ്പം വിടുവിക്കും, വാ, പക്ഷെ നമ്മളിവിടെ കിടന്ന് പെടാപ്പാട് പെടുക. നമ്മുടെ അവസ്ഥ കണ്ടാരെങ്കിലും ഈ കർത്താവിലേക്ക് വിശ്വസിക്കൂ. നമ്മുടെ വീട്ടിൽ മാറ്റം വരണം, നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരണം, നമ്മളിൽ നന്മ വരണം, നമ്മളിൽ ആരോഗ്യം വരണം, നമ്മളിൽ സൗഖ്യം വരണം. ഇതെല്ലാം നമ്മളിൽ വന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ചിലരൊക്കെ നടക്കുന്ന കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയായിട്ട് ഇറങ്ങി വരുന്നതിൻ്റെ കൂട്ട് വലിയ ലൂസായിട്ടുള്ളൊരു ഷർട്ടും അതിനകത്ത് ഒരു 4-5 പേർക്ക് കയറി നിൽക്കാൻ പറ്റും, ഒരു ബന്ധമില്ല. ഇവരെ അപ്പം ഏത് രീതിയിലാണ് ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്? അപ്പം ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ആ മൂല്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇടണം. നമ്മുടെ വാക്കിനകത്തും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ഉള്ളിൽ മൂല്യം വന്നാലേ വാക്കുകളോ നമ്മളെ ശ്രദ്ധിക്കത്തുള്ളൂ. ഈ മൂല്യം ഇടുമ്പോൾ തന്നെ പ്രാർത്ഥനയും വേണം. പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രാർത്ഥന ഇല്ലാതൊന്നുമില്ല, പ്രാർത്ഥനയും ഉപവാസം പ്രാർത്ഥന ഇല്ലാതൊന്നുമില്ല, അത് വേണം. പക്ഷേ അതോടൊപ്പം തന്നെ നാം നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുകയും കയറുകയും വേണം. എൻ്റെ സജഷൻ, പേഴ്സണായിട്ടുള്ള സജഷൻ, നിങ്ങൾ നല്ലതുപോലെ വൃത്തിക്ക് ഒടുങ്ങി നടക്കണം. ഈ രാജകുമാരന്മാരെ ബാബിലോണിൻ്റെ സമയത്ത് നെബൂഖദ്നേസർ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനുള്ള കാരണം അവർ രാജകുമാരന്മാർക്ക് തുല്യരായിട്ടാണ് നിന്നത്.
അവരുടെ മുഖത്ത് തേജസ് ഉണ്ടായിരുന്നു, അവരുടെ ശരീരത്തിനകത്ത് തേജസ് ഉണ്ടായിരുന്നു. ഇനി അവർ വെള്ളം കുടിച്ചാൽ പോലും അവരുടെ ശരീരത്തിൽ തേജസ് ഉണ്ടായിരുന്നു. 2, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ സൗന്ദര്യബോധമുള്ളവരായിട്ട് വളർത്തുക. അവരെ കുറ്റം പറയല്ലേ. അവർ ഒരുങ്ങുമ്പോൾ അവർ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത് എന്തോ കുഴപ്പം? അവർ ചെയ്യട്ടെ. പിരിക്കാൻ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ കുഴപ്പം? അവർ പഠിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എസ്തേറിനെ അങ്ങോട്ട് വിടേണ്ട കാര്യമില്ലായിരുന്നോ? ഇനി ഒന്നുകൂടെ പറയുവാണെങ്കിൽ എസ്തേർ രാജ്ഞി എന്ന് പറയുന്നത് രാജ്ഞിയായിട്ട് മാറിയത് അവളിൽ രാജാവിന് അട്രാക്ഷൻ തോന്നാൻ തക്കവണ്ണം ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങൾ അവരെ വിശ്വാസത്തിൽ നിന്ന് പുറത്ത് ചാടിക്കല്ലേ. പലരും കുറ്റം പറഞ്ഞാണ് പല കുഞ്ഞുങ്ങളും ദൈവത്തിലോട്ട് വരാത്തത്. ഞാൻ ഒത്തിരി കാണാറുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു +2 വരെയൊക്കെ ദൈവഭയത്തെ വളർത്തിക്കോ. തീർച്ചയായിട്ടും ദൈവഭയത്തെ വളർത്തണം. പക്ഷേ ഒരു സമയം വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ +2 ഒക്കെ വരെ നമ്മളെ കേട്ട് അനുസരിച്ചൊക്കെ നടക്കും. എന്നാൽ +2 കഴിഞ്ഞിട്ട് ഇവർ കൂടുതലും കേരളത്തിന് പുറത്തോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ പല പേരൻസിനും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തോന്നറിയാമോ? അവർക്ക് അപ്പുറം സ്വാതന്ത്ര്യം ലഭിച്ചത് ഇതുവരെ കൂട്ടിനകത്തിട്ട് അടിച്ചു വളർത്തി അങ്ങനെ ചെയ്യില്ല. അവർ കാണിക്കുന്ന എല്ലാം തെറ്റാണ്. തെറ്റെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിൽക്കും. തീർച്ചയായിട്ടും ദൈവകൃപയിൽ നിൽക്കും. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന എത്ര കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? അവരുടെ വിശ്വാസം അനുസരിച്ചല്ല, കൊണ്ടുവന്ന മാതാപിതാക്കളുടെ വിശ്വാസം, കൊണ്ടുവന്ന സ്നേഹിതന്മാരുടെ വിശ്വാസം, അതനുസരിച്ച് ദൈവം പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ സജഷനാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളാം, ഉൾക്കൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആയിട്ടുള്ള പോളിസികളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ദൈവവചനത്തെ ബഹുമാനിക്കുന്നു, ശുശ്രൂഷയെ ഞാൻ ബഹുമാനിക്കുന്നു, വെള്ള ഷർട്ടിനെ ഞാൻ ആദരിക്കുന്നു. അതിടുമ്പോൾ എൻ്റെ അകത്ത് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ വെള്ള ഷർട്ട് ഇടുമ്പോഴും ഞാൻ പറയുന്നത് ഒരു 4-5 പേർക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷർട്ടൊന്നും ഞാൻ ഇടാറില്ല. ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. ഉള്ള വയറ് മൊത്തം വീർപ്പിച്ച് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കില്ല. ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കല്ലേ. ലാസ്റ്റ് കൊളസ്ട്രോളും ഷുഗറൊക്കെ വന്നിട്ട് അത് ദൈവം സൗഖ്യമാക്കുന്നു പറയുകയും ചെയ്യില്ലേ. ദൈവത്തിന് അതല്ല പരിപാടി. പിന്നെ വന്ന് ചേരുന്ന കുറച്ച് കൊളസ്ട്രോൾസ് അല്ലെങ്കിൽ വന്ന് കയറുന്ന അസുഖങ്ങൾ അത് ദൈവം സൗഖ്യമാക്കും. ഈ ശരീരം എപ്പോഴും ഓർത്തോ, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കുന്ന പറയുന്നത്. അപ്പോൾ ശരീരത്തെ ശ്രദ്ധിക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ സജഷൻ ഇത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വെറുതെ നിങ്ങൾ പ്രഷർ കൊടുക്കല്ലേ. അവർ ദൈവകൃപയിൽ നിന്ന് മാറും. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് അവരെ വളർത്തുക. അവർക്ക് ദൈവഭയം ദൈവസ്നേഹമാണ്. ഓക്കെ, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും നിർത്തുന്നു. അപ്പോൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിലും പെൺകുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഉള്ള അങ്കിൾമാർ, ആൻറ്റിമാർ, ചെറുപ്പക്കാരെല്ലാം നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഓക്കെ, അതങ്ങനെ ചെയ്യുക. അതിനു വേണ്ടി യോഗ്യമായ വസ്ത്രം ധരിക്കണം. ഓക്കെ, അത് കർത്താവ് അങ്ങനെ അനുവദിക്കട്ടെ. ഇപ്പം ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം, നമ്മൾ ഏത്